മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള ചില ടോക്കുകൾ നമ്മൾ ഏത് രീതിയിലാണ് പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്, കുടുംബജീവിതത്തിൽ അറ്റാക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ കണ്ടത്. ആത്മാവിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ദേഹിയിലുള്ളത് ഇതെല്ലാം നമ്മൾ കണ്ടു. ഇനി അടുത്ത ഒരു 3-4 എപ്പിസോഡിൽ നമ്മൾ ഡെലിവറൻസിനെ കുറിച്ച്, എങ്ങനെയാണ് ഇതിൽ നിന്ന് ഡെലിവർ ആകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സബ്ജക്റ്റ് നമുക്കുണ്ട്. നമ്മൾ പൈശാചികമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പിരിറ്റിനെ അനൗൺസ് ചെയ്തിട്ടില്ല, ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള മെസ്സേജുകളുണ്ട്. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, ഇതുമായിട്ടുള്ള മെസ്സേജുകളുണ്ട്. അതുപോലെ വേറെ ഒരുപാട് സബ്ജക്ട്സിൽ ഇനി കവർ ചെയ്യാനുണ്ട്. എന്നാൽ ഇത്രയും കേട്ടതിൽ നിന്ന് വെച്ച് നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യം, അനേക പാപങ്ങൾക്ക് ഇന്ന് അടിമയാണ് നമ്മൾ. ഇതെങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് റിലീസാവാൻ പറ്റും, ബിബ്ലിക്കലായിട്ടുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെയുള്ളതാണ്. നമുക്കെല്ലാം അറിയാവുന്ന ചില കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഈ ഈവിൾ സ്പിരിറ്റിനെയൊക്കെ കമാൻഡ് ചെയ്യുന്നത്, അതിനെ പുറത്താക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പുറത്താക്കുന്നത് നമുക്കറിയാം. സോ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ നാമത്തിനൊരു ശക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശു എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ഇവൻ ജനത്തെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കുകൊണ്ട് യേശു എന്ന് പേരിടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശു എന്ന നാമത്തിന് ഒരു ശക്തിയുണ്ട്, ഒരു പേരുണ്ട്, ആ പേരിനൊരു ശക്തിയുണ്ട്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 തൊട്ട് ഉള്ള വാക്യങ്ങൾ, 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിലെ, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഗിവൺ ഹിം നെയിം വിച്ച് ഈസ് എബോവ് എവരി നെയിം. ഗോഡ് എക്സോൾട്ടഡ് ഹിം. യേശുവിൻ്റെ നാമത്തിങ്കൽ, ശ്രദ്ധിക്കുക, യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. സെലസ്റ്റിയൽ, ടെറസ്ട്രിയൽ ആൻഡ് താഴെ അധോലോകത്തിലുള്ള, അണ്ടർ ദി എർത്ത്, എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന്, ദ അനോയിൻറ്റഡ് വൺ എന്ന് പറയുന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അന്നേരം ദർ ഇസ് എ പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ പേരിൽ വലിയ ശക്തിയുണ്ട്. യേശുവിൻ്റെ പേര് എന്ന് പറയുന്ന അതിനൊരു വെയിറ്റ് ഉണ്ട്. ഈ സാദൃശ്യവാക്യം 18:10 ദ നെയിം ഓഫ് ദ ലോർഡ് ഈസ് എ ഫോർട്ടിഫൈഡ് ടവർ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ദ റൈച്ചസ് റൺ ഇൻ ടു ഇറ്റ് ആൻഡ് ആർ സേഫ്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ദ നെയിം ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ, യഹോവയുടെ നാമം, യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകത എന്താണ്? നേരത്തെ ഞാനൊന്നും പറഞ്ഞാണ്, യേശു പാപങ്ങൾ രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 4:12 പത്രോസിൻ്റെ സെർമൺ, പത്രോസ് പ്രസംഗിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവും ഇല്ല. വേറൊരു നാമവും, നോ നെയിം. കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും ഫോണിൽ കൂടെ ചോദിച്ചൊരു ചോദ്യമാണിത്, അതിൻ്റെ ഉത്തരമായത്. ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? ദൈവം ക്രിസ്ത്യാനികളെ അല്ലാത്തവരെ ഒന്നും സ്വർഗത്തിൽ കയറ്റത്തില്ലേ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരവാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്, ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. അത് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അതെന്താണെന്ന് നിങ്ങൾ തന്നെ പറയാം. പത്രോസിൻ്റെ സെർമണിൽ 3000 പേര് യേശുവിൻ്റെ നാമത്തിൽ രക്ഷ പ്രാപിച്ചായിട്ട് കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാദാനം. യേശുക്രിസ്തു എന്ന നാമം. അതുകൊണ്ട് യേശു എന്ന നാമത്തിന്, സകലത്തിനും മേലായ നാമം, അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പവറുണ്ട്. യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും അപേക്ഷിച്ചാൽ, യോഹന്നാൻ 14:13-14 വാക്യങ്ങളാണ്. യു മേ ആസ്ക് മീ ഫോർ എനിത്തിങ് ഇൻ മൈ നെയിം, ഐ വിൽ ഡു ഇറ്റ്. ഞാനത് തരും, ദൈവത്തിൻ്റെ നാമത്തിൽ. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത്. അതിനകത്തൊരു ചില വിചാരിക്കാം എന്തോ അതിനകത്തൊരു മാജിക് ഫ്രേസാണോ പ്രാർത്ഥിക്കുമ്പം അങ്ങനെയുള്ളതെന്ന്. അല്ല, അങ്ങനെ മാജിക്കൊന്നുമല്ല. ദൈവത്തിൻ്റെ ഒരു കമാൻഡാണ്, യേശു പറഞ്ഞ കമാൻഡാണ്. അവൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക നമുക്ക് തരും എന്നുള്ളത്. കാരണം അവൻ്റെ നാമത്തിന് വിലയുണ്ട്. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. മൂന്നാമത്തെ കാര്യം, ദ നെയിം ഓഫ് ജീസസ് ബ്രേക്സ് ചെയിൻസ് ആൻഡ് ഹീൽസ്. ചെങ്ങലുകളെ പൊട്ടിക്കുന്നതും അതുപോലെ സൗഖ്യമാക്കുന്നതും യേശുവിൻ്റെ നാമത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 3:6 പത്രോസ് പറയുന്ന ഭാഗമാണിത്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. മുടന്തനായ ആൾ, ഗർഭം മുതൽ മുടന്തനായ ആൾ ദേവാലയ ഗോപുരത്തിങ്കിൽ ഇരുന്ന് സൗഖ്യമാകും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസ്രത്ത് വാക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേ സൗഖ്യമായതായിട്ട് കാണും. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും. എൻ്റെ നാമത്തിൽ, ഇൻ മൈ നെയിം ദേ വിൽ ഡ്രൈവ് ഔട്ട് ഡെമൺസ്. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം. ലൂക്കോസ് 10:17 കർത്താവെ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞു, ലോർഡ് ഈവൻ ദ ഡെമൺസ് സബ്മിറ്റ് ടു അസ് ഇൻ യുവർ നെയിം. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 16:18 ഫിലിപ്പിയിലുള്ള ആ സ്ത്രീയിൽ നിന്ന് ആ സ്പിരിറ്റിനെ പുറത്തേ അടിച്ചായിട്ട് കാണും. അതുകൊണ്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, യേശു ക്രിസ്തു എന്ന നാമം, ഈവൻ ആ നാമത്തെ അന്ധകാര ശക്തികൾ അതിൻ്റെ അതോറിറ്റി, അധികാരത്തെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ നാമം പറയുമ്പോൾ അവിടെ ഭയം മാറിപ്പോവുകയാണ്, അഡിക്ഷൻ മാറിപ്പോവുകയാണ്, സിക്നെസ് മാറിപ്പോവുകയാണ്. ബാറ്റിൽ ബിലോങ്സ് ടു ലോഡ്. ദൈവത്തിനുള്ളതാണ് യുദ്ധം. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അത് യേശുവിൻ്റെ നാമം ചെയിനെ പൊട്ടിക്കുന്നു, നമ്മളെ സൗഖ്യമാക്കുന്നു എന്ന് കാണുന്നു. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഓരോ ദിവസവും നമ്മുടെ ഡെയിലി ലിവിങ്ങിൽ നമ്മളെ എംപവർ ചെയ്യുന്ന ഒന്നാണ് യേശുവിൻ്റെ നാമം. അതാണ് നാലാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ നാമം നമ്മളെ എംപവർ ചെയ്യുന്ന ഒന്നാണ്. കൊലോസ്യർ 3:17 വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. വാട്ട് എവർ യു ഡു, വെദർ ഇൻ വേർഡ് ഓർ ഡീഡ്, ഡു ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം എന്നെ ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ്. ഇറ്റ് ചേഞ്ച് മൈ പോസ്റ്റർ. എൻ്റെ ലൈഫിനെ മുഴുവൻ ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ് യേശുവിൻ്റെ നാമം എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദിനംപ്രതി യേശുവിൻ്റെ നാമം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്, ആദ്യം തന്നെ പറഞ്ഞാണ് ഫിലിപ്പിയർ 2:10 എല്ലാ നാമത്തിനും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. അതുകൊണ്ട് അങ്ങനെ ഒരു നാമത്തിൻ്റെ ആണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് പവർഫുൾ. എഫേസ്യർ 1-19 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഹിസ് ഇൻകമ്പയറബിൾ ഗ്രേറ്റ് പവർ ഫോർ അസ് ഹു ബിലീവ്. എല്ലാ റൂളിനും അതോറിറ്റിക്കും മേലായി, വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെട്ട സകല നാമത്തിനും മേലായി ഉള്ള കർത്താവ്. അതായത് ഇത് വലിയൊരു കാര്യമാണ് അല്ലേ? എല്ലാ വാഴ്ചകൾ എവിടെയായാലും, ലോകത്തിലും അധോലോകത്തിലും സ്വർലോകത്തിലും, ഓക്കെ, എല്ലാ അധികാരത്തിനും
എവരി ഓൾ പ്രിൻസിപ്പാലിറ്റി, പവർ ആൻഡ് മൈറ്റ് ആൻഡ് ഡൊമിനിയൻ, എല്ലാത്തിനും മേലായിട്ട് കർത്തൃത്വം നടത്തുന്ന കർത്താവ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം പറയുമ്പോഴേ പിശാച് വിറയ്ക്കും. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പിശാചിനെ പുറത്താക്കുന്നത്. നമ്മൾ മീറ്റിംഗ് കൂടുകയും ആരാധനയ്ക്ക് കൂടുകയും ഒക്കെ ചെയ്യുന്നത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വി കം ഗ്യാതറിങ് ടുഗദർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോരുത്. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാണ് നമ്മൾ കൂടുന്നത്. അപ്പോഴേ നമുക്ക് രക്ഷ വരുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. അതുപോലെ നമുക്ക് അതോറിറ്റി, പ്രാർത്ഥനയുടെ അതോറിറ്റി വരുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ്. അതുപോലെ ദുരാത്മാക്കളെ ഓടിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. എല്ലാ ചെയിനും ബ്രേക്ക് ചെയ്യുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ്. നമ്മളെ സൗഖ്യം വരുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഓരോ ദിവസവും ജീവിക്കാനുള്ള എംപവർമെൻറ്റ് വരുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ്. എല്ലാ നാമത്തിനും മേലായ നാമം വർത്തി ഈസ് ദ ലാംപ്. റെവലേഷൻസ് 5:12, വെളിപ്പാട് ദിവസം 5:12. അവൻ സകലത്തിനും യോഗ്യൻ. അത് സ്വർഗത്തിൽ പറയുന്ന ശബ്ദമാണ്. സകലത്തിനും, ആരാധനയിൽ പറയുന്ന ശബ്ദമാണ്. സകലത്തിനും യോഗ്യനായിട്ടുള്ള ദൈവം. അത് ഈ ഒരു നാമം, എല്ലാത്തിൻ്റെ മേലായ നാമം നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും മേലായ നാമം നമ്മൾ ഇത് ഡെലിവറൻസ് ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എല്ലാ നാമത്തിലും മേലായ നാമമായ കർത്താവിൻ്റെ നാമം. ഇത് പറയുമ്പോഴേ കിടുകിട വിറയ്ക്കും. ആരാണ്? പിശാച്. പിശാചിന് ഏറ്റവും പേടിയുള്ളൊരു നാമമാണ്. യേശു ക്രിസ്തു അനോയിൻറ്റഡ് ആണ്. യേശു ഈ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് എന്നേക്കും തീർന്നതല്ല. അവൻ ഡെത്തിന് അവനെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. ഹി ഹാസ് റിസ്ട്രക്റ്റ് ചെയ്യുക മാത്രമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവനെ ദൈവത്തിൻ്റെ ഭാഗത്ത്, വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്യാണ്. നിങ്ങളും ഞാനും കർത്താവിൽ നമ്മുടെ പൊസിഷൻ അവനിലാണ്. എഫേസ്യർ 2:6. അവൻ നമ്മൾ ഇരുത്തിയിരിക്കുക, നമ്മളെ ആയിട്ട് കൂടെ ഇരുത്തിയിരിക്കുക. സോ വി ആർ ഹാവിങ് ദ പൊസിഷൻ ദാറ്റ്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളും ഞാനും. അപ്പോഴേ നിങ്ങൾക്ക് ആ പവർ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി പുവർ അബൌട്ട് യു. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഭയങ്കര പുവറാണ്. നിങ്ങൾ ആ ശക്തി വിനിയോഗിക്കണം യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമം എടുത്ത് പറയാനൊരു അധികാരം നിങ്ങളുടെ നാവിൽ വരണമെങ്കിൽ ആ ഉള്ളിലുള്ള ആ പാപാവസ്ഥയൊക്കെ ഒന്ന് മാറിയിട്ടേ, അല്ലെങ്കിൽ പിശാച് ചിരിക്കും. അറിയാമല്ലോ അല്ലേ? എന്നിൽ മുഴുവൻ പാപം നിറഞ്ഞിരിക്കുക. എന്തോ പാപമാണ്? ഞാൻ ശാസിക്കുന്ന പാപം എന്നിൽ മുഴുവൻ ഇരിക്കുമ്പോഴേ ഞാൻ ശാസിച്ചു കഴിഞ്ഞാൽ പിശാച് ചിരിക്കും. എടാ, നിൻ്റെ ഉള്ളിലായിരുന്നിട്ട് നീ എന്തിനാടാ ശാസിക്കുന്നത്? അതുകൊണ്ട് യേശുവിൻ്റെ നാമം കയ്യിലെടുത്ത് നമ്മൾ പറയുമ്പോഴേ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ റിപ്പൻറ്റ് ചെയ്യാനായിട്ട് പഠിച്ചിട്ട് വേണം പറയാൻ. നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു കുറവുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പിശാചിനെ ഞാൻ പുറത്താക്കുമെന്ന് പറയുമ്പോഴേ ആദ്യം യേശുവിൻ്റെ നമ്മൾ ആ പാപം എല്ലാം ദൈവത്തോടൊന്ന് ഏറ്റുപറഞ്ഞ്, ദൈവമേ ഇനി അത് ചെയ്യാനായിട്ട് അടിയനെ നീ ഇടവരുത്തരുതേ എന്ന് പറഞ്ഞിട്ട് വേണം യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ. അതുകൊണ്ട് അത് എംപവർ ചെയ്യുന്നതാണ് നമ്മുടെ ഡെയിലി ലിവിങ്ങിൽ. നമ്മളെല്ലാ ദിവസവും യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ രക്തവും ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കമായിട്ട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. 10-12 മിനിറ്റ് ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഓരോ പോയിൻ്റ് പറഞ്ഞ് തീർക്കാനായിട്ട് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാനായിട്ട് നിങ്ങളോട് ആഗ്രഹിച്ച ഒറ്റ കാര്യമാണ് യേശുവിൻ്റെ നാമം സകലത്തിലും മേലായ നാമം. നമ്മളെ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, നമ്മളെ രക്ഷിക്കുന്ന നാമം. അവനിൽ വിശ്വസിക്കുക, അവനിൽ നീ രക്ഷ പ്രാപിക്കും. ഈ ലോകത്തിൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ല. വേറെ ഏതെങ്കിലും നാമം നിങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അർത്ഥശൂന്യമായി തീരും. ബൈബിൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം ഒരിടത്തേക്ക് അങ്ങ് ചെല്ലുന്ന എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ചിന്ത പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആ ഡിസിപ്ഷൻ സ്പിരിറ്റ് ഇരിപ്പുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്.
ആദ്യം അത് യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് പുറത്താക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഡിസിപ്ഷൻ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് പുറത്താക്കാൻ നോക്കിയിട്ട് പ്രാർത്ഥിച്ച് അങ്ങ് പുറത്താക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം ഈ ചിന്ത നിങ്ങളിൽ തരും. ലോകത്തിൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവും കർത്താവിൻ്റെ നാമം ഇല്ലാതെ വേറൊരു നാമവും ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. യെസ്, ദ നെയിം ഓഫ് ദ ലോഡ് ഈസ് ദ ഫോർട്ടിഫൈഡ് ടവർ, റൈച്ചസ് റൺ ടു ഇറ്റ്. നമ്മുടെ കോട്ടയായിട്ടുള്ള അവൻ്റെ നാമം എത്ര വലിയതാണ്. ആ ഗോപുരത്തിലേക്ക് നമ്മൾ ഓടും. യെസ്, ഈ യേശു നമ്മളെ പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് കിട്ടും. ഞാൻ ചോദിക്കുക, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്താ കിട്ടാത്ത? പലതും കിട്ടാത്ത നിങ്ങളുടെ ജെയിംസിൽ പറയുന്ന, യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ എൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ചോദിച്ചിരിക്കുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. എന്നാൽ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് മോഹിക്കുന്നതിൻ്റെ ഉറപ്പും. എന്തോ മോഹങ്ങളാണ് വന്നു കയറുന്നത്, അതിൻ്റെ ഉറപ്പിനാണ് ചോദിക്കുന്നത്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കാണാത്ത കാര്യങ്ങൾ ഉണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോഴും ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുന്നതിനെക്കുറിച്ചല്ല, കാണാത്തതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ നിശ്ചയത്തിനാണ് കോൺഫിഡൻസ് ഫെയ്ത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. വിശ്വാസം തന്നിരിക്കുന്നത് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പിന് വേണ്ടി, നിശ്ചയത്തിന് വേണ്ടിയാണ്. ഇന്നും കാണുന്ന കാര്യങ്ങളുടെ പുറകെ നടക്കുകയാണ്. കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് സമയമില്ല. അത് വേറൊരു വിഷയമാണ്, അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് അനേക ചെയിനുകൾ പൊട്ടാൻ, ചങ്ങലകൾ പൊട്ടാൻ, അനേക പാപികൾ വിടുവിക്കപ്പെടുവാൻ, കൂനിയായ സ്ത്രീയെ വിടുവിച്ച് തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യമായി, ഡെമൺസിനെ പുറത്താക്കാനുള്ള അധികാരം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വിടുതൽ നമ്മൾ ഏറ്റെടുക്കുകയും നമ്മൾ ചെയ്യുകയും ചെയ്യും. ഡെയിലി ഉള്ള നമ്മുടെ ജീവിതത്തിൽ ഉള്ള വിടുതൽ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കർത്താവിൻ്റെ അംബാസഡേഴ്സാണ് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ ദിവസങ്ങളും നമ്മൾ ആൻ അംബാസഡർ ഡസ് നോട്ട് സ്പീക്ക് ഓഫ് ഹിംസെൽഫ് ഇൻ എ ഫോറിൻ കൺട്രി. ഒരു വിദേശ രാജ്യത്തെ ആ അംബാസഡറിനെ കുറിച്ച് പറയത്തില്ല, കൺട്രിയെക്കുറിച്ച്, ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ നാമമാണ് എല്ലാ ദിവസവും പറയാനായിട്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ നമ്മുടെ ജീവിതങ്ങളിലെ യേശുവിൻ്റെ നാമം വലിയ ചേഞ്ച് ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമം നമ്മളെ വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നമ്മളോട് കൂടെ ഉള്ളപ്പോഴേ യേശുവിൻ്റെ നാമം നമുക്കെടുക്കാനുള്ള അധികാരമുണ്ട്. എല്ലാ അധികാരങ്ങളും അതിൻ്റെ കീയും ദൈവം നമ്മളെ ഏൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിലാണ് അതെല്ലാം തുറക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലുള്ള ഡെലിവറൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളുടെ ഡെലിവറൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഡെലിവറൻസ്, നിങ്ങൾ കൂടി ഉണ്ടാകുന്ന ഡെലിവറൻസ്, ആദ്യത്തെ സ്റ്റെപ്പ് അതിനുപയോഗിക്കുന്ന ഒരു വെപ്പൺ അല്ലെങ്കിൽ ഒരു ആർമർ എന്ന് പറയുന്നത്, അഗ്രസീവ്നെസ്സിനകത്തുള്ളൊരു ആർമർ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ലോർഡ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് എല്ലാം മേലായ നാമം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഡെലിവറൻസ് വരുന്ന ദിവസങ്ങളാവുന്നത് യേശുവിൻ്റെ നാമത്തിലെ വലിയ വിടുതലുകൾ നീ ഞങ്ങൾക്ക് അയക്കുന്ന ഓർത്ത സ്തോത്രം. കർത്താവെ, വിടുതലുകൾ അയക്കുമ്പോൾ അതിനകത്ത് പാപത്തിൻ്റെ കറ പറ്റാനായിട്ട് പാടില്ല. അതെല്ലാം ഏറ്റു പറയുമ്പോഴേ യേശുവിൻ്റെ നാമം എടുക്കുമ്പോഴേ അതോറിറ്റി നീ ഞങ്ങൾക്ക് തരികയാണല്ലോ കർത്താവെ. ആ വിടുതൽ ഞങ്ങൾക്ക് തരികയാണല്ലോ. ശിഷ്യന്മാർ, ആദിമ അപ്പോസ്തലന്മാർ, ദൈവത്തിൻ്റെ ദാസന്മാർ അനേകം ഈവിൾ സ്പിരിറ്റുകളെ പൊസസ് ചെയ്തതും അല്ലാതെ വേദനിപ്പിച്ചതുമായിട്ടുള്ള ഈവിൾ സ്പിരിറ്റിനെയൊക്കെ തന്നെ പുറത്താക്കിയ യേശുവിൻ്റെ നാമത്തിലാണ്. ഇന്നും ആ വിടുവിതൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വരുന്ന ഓർത്ത് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ കർത്താവെ നീ വിടുവിച്ചോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങളിത് തുടർമാനമായി വായിച്ച് ചെയ്യുക. ഇനിയും 2-3 ഐറ്റംസ് കൂടെ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ ആ ഡെലിവറൻസ് ശുശ്രൂഷയിലേക്ക് കയറുള്ളൂ. നിങ്ങൾ ഇത് ഏത് രീതിയിൽ പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾ അറിയിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ
ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ നമ്പർ തന്നാൽ അതിൽ ജോയിൻ ചെയ്യിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് അല്ല ഡയറക്റ്റ് വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിലും പ്രാർത്ഥിക്കാം, അതിന് സമയമുണ്ട്, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. പ്രിഫറബിളി രാത്രിയിൽ 10 മണിക്ക് ശേഷം വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.